നമ്മൾ പാലക്കാടുകാർക്ക് ഇഡ്ഡലിയും ദോശയുടെയും കൂടെ കഴിക്കാൻ ഒരുപാട് ചമ്മന്തികളുണ്ട്. വറുത്തരച്ച ചമ്മന്തി, അതുപോലെ തക്കാളി ചട്നി, പച്ചമുളക് ഇട്ട ചമ്മന്തി, അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാന്തി ചമ്മന്തി എന്ന് പറയുന്ന പച്ച ഉള്ളി ചമ്മന്തി. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുക ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ അരച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോയിൽ പച്ച ഉള്ളി ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് വലിയ ഉള്ളി മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം തോലൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി ഉള്ളിയുടെ അടിയിലുള്ള ഒരു മുളയുണ്ടല്ലോ അതൊക്കെ കളയണം. നമ്മൾ കളഞ്ഞ ശേഷം വേണം മുറിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് ആദ്യം അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സർ ജാറിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി ആദ്യം ഇടാം. പിന്നെ നമ്മളിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനൊരു 3 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി മാത്രം കേട്ടോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയായിട്ട് ഇടാം. എന്നിട്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ട് കൊടുത്തിട്ട് ഒരു 2-3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ മിക്സി ഒന്ന് പൾസിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് അരയരുത് കേട്ടോ, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചമ്മന്തിയിൽ ഉള്ളിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയും കിടക്കണത്, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ സമയത്ത് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അരച്ച ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. ഞാൻ നല്ലോണം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ സത്യം പറഞ്ഞാൽ ഈ ചമ്മന്തിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അതന്നെയാണ് അതിൻ്റെ ഒരു രുചി. അപ്പോൾ നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ ദിവസവും ഈ ചമ്മന്തി ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും ഒക്കെയാണ് ഇതിൻ്റെ രുചി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഈ ചമ്മന്തിയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ദോശയുടെ കൂടിയും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ നോക്കാം. എന്തായാലും നല്ല ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ വേറെ എന്താണെന്ന് പറഞ്ഞാൽ വേവിച്ച മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഈ ചമ്മന്തി ഇങ്ങനെ തേച്ചിട്ട് ആ മുട്ട കഴിക്കുമ്പോഴും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.